ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിക്കോട് നഗരത്തെ യോഗ നഗരമായി പ്രഖ്യാപിക്കണമെന്ന് ഫ്രണ്ട്സ് ഓഫ് യോഗ. വള്ളിക്കുന്ന് ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിന്റെ 104ാം വാർഷികവും നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. നഗരത്തിലെ സംഗീതാസ്വാദകർക്ക് നവ്യാനുഭവം പകർന്ന് ചാറിയാർ ഗ്രൂപ്പിന്റെ സൂഫി ഖവാലി. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ശിവരാത്രി ഉത്സവം ഫെബ്രുവരി 19 മുതൽ 26 വരെ നടക്കും. ബേപ്പൂർ തസര വീവിംഗ് സ്ഥാപകൻ വടക്കിനിയടത്ത് വാസുദേവൻ അന്തരിച്ചു. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. കോഴിക്കോട് നഗരത്തെ യോഗ നഗരമായി പ്രഖ്യാപിക്കണമെന്ന് ഫ്രണ്ട്സ് ഓഫ് യോഗ ഭാരവാഹികൾ. ഫ്രണ്ട്സ് ഓഫ് യോഗയുടെ 18ാം വാർഷികം ഫെബ്രുവരി 22-ന് കോഴിക്കോട്ട് നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ലക്ഷ്യം ഒരു ദിനചര്യ യോഗയെ ദിനചര്യമാക്കുക, ദിനചര്യയുടെ ഭാഗമാക്കുക എന്നതാണ്. യോഗയെ ഇപ്പൊ എല്ലാവരും പറയും യോഗ പുറത്തേക്ക് പഠിക്കാം, നമുക്കത് നല്ലതാണ്, പഠിച്ചോട്ട് കാര്യമില്ല, ഇത് ദിനചര്യയുടെ ഭാഗമാക്കണം. അപ്പൊ അങ്ങനെ ഭാഗമാക്കാനുള്ള വേദികൾ കൂടെയാണ് ഞങ്ങൾ സൃഷ്ടിക്കുന്നത്. കാലത്തെ പല്ലുതേപ്പ്, കുളി, അതേപോലെ യോഗയെ കൊണ്ടുവരിക എന്നതാണ്. ഫെബ്രുവരി 22-ന് രാവിലെ 7 മണിക്ക് മാനാഞ്ചിറ മൈതാനിയിൽ ധ്യാനോത്സവവും വൈകിട്ട് ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ ഫ്രണ്ട്സ് ഓഫ് യോഗ വാർഷിക ആഘോഷങ്ങളും നടക്കും. ധ്യാനോത്സവം മുൻ തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിലും സ്റ്റേഡിയത്തിലെ വാർഷികാഘോഷ പരിപാടികൾ തോട്ടത്തിൽ രവീന്ദ്രൻ MLAയും ഉദ്ഘാടനം ചെയ്യും. പരിപാടിയിൽ പതഞ്ജലി യോഗാചാര്യൻ ഉണ്ണിരാമൻ ഉൾപ്പെടെ പ്രമുഖർ സംബന്ധിക്കും. ഫ്രണ്ട്സ് ഓഫ് യോഗ കോഴിക്കോട് ചാപ്റ്റർ നേതൃത്വത്തിൽ കഴിഞ്ഞ 18 വർഷമായി കോഴിക്കോട് നഗരത്തിൽ സൗജന്യമായി യോഗ പരിശീലന ക്ലാസുകൾ നടത്തി വരുന്നുണ്ടെന്നും ഭാരവാഹികളായ TP രാജൻ, TT ഉമ്മർ, KK ബാലൻ, ഷീജ രാജൻ, ER സരിത, രൂപ രാജൻ തുടങ്ങിയവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വള്ളിക്കുന്ന് ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിന്റെ 104ാം വാർഷികവും ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ സ്കൂളിൽ നടത്തിയ നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും MLA P അബ്ദുൽ ഹമീദ് നിർവഹിച്ചു. EK ഫൈസൽ, ഷബാന ഫൈസൽ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായി പങ്കെടുത്തു. 3 വർഷം മുൻപുള്ള ഒരു സന്ദർശനത്തിന് പിന്നാലെ കടലുണ്ടി നഗരം ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിന് ഓർക്കാപ്പുറത്ത് വാരിക്കോരി ലഭിച്ചത് മികച്ച ഭൗതിക സൗകര്യങ്ങളാണ്. ഫൈസൽ ആൻഡ് ഷബാന ഫൗണ്ടേഷൻ മേധാവികളായ ഫൈസൽ കോട്ടിക്കോളനും ഭാര്യ ഷബാനയുമാണ് അന്ന് സ്കൂൾ സന്ദർശിച്ചത്. തീരവാസികളുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയമാണിത്. പരിമിത സൗകര്യങ്ങളുമായി വീർപ്പുമുട്ടുകയായിരുന്നു സ്കൂൾ. സ്കൂളിന്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്ന് ഉറപ്പു നൽകിയാണ് അന്ന് ഫൈസലും ഷബാനയും മടങ്ങിയത്. കോഴിക്കോട് നടക്കാവ് സ്കൂളിൽ നടപ്പാക്കിയ പ്രിസം പദ്ധതി മാതൃകയിലാണ് ഇവിടെയും നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. വിശാലമായ കളിസ്ഥലം, ഔട്ട്ഡോർ പഠനയിടം, ആർട്ട് റൂം, ലൈബ്രറി, ആധുനിക അടുക്കള, ഡൈനിങ് സ്പേസ്, പാർക്ക്, ഓപ്പൺ എയർ തിയേറ്റർ, കവാടം, പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവ സജ്ജീകരിച്ചു. സ്കൂൾ സമർപ്പണം P അബ്ദുൽ ഹമീദ് MLA നിർവഹിച്ചു. ഇംഗ്ലീഷ് മീഡിയം പ്രീ പ്രൈമറി വിഭാഗം ആരംഭിക്കാൻ നടപടികളെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ സഹോദരിമാരും എൻ്റെ സുഹൃത്തുക്കളുമായ ഫിഷർമാൻസ് ഒരുപാട് ഇവിടെയുണ്ട്, തീരദേശവാസികളുണ്ട്. അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ കടലിനോട് മല്ലടിച്ചിട്ടുള്ള ജീവിതമാണ്. അവരുടെ കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയം അതൊന്ന് ഒരു അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടൊരു പ്രൊജക്റ്റിനെ സംബന്ധിച്ച് ഫൈസൽക്കാർ ഒന്ന് ആലോചിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് ഇവിടെ നിന്ന് പോകാം,
അതൊന്ന് കാണാം എന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഫൈസൽ ഖാനെ ഷബാന ഫൗണ്ടേഷന്റെ മേൽ ഇവിടെ കൊണ്ടുവരുന്നത് കാണുന്നത്. അവർ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിന് പുറത്തും കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. വള്ളിക്കുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ ശൈലജ, കെ ഇ ഫൈസൽ, ഷബാന, നിമി തെരേസ, പി റീന, എം സി പുഷ്പ, സത്താർ ആനങ്ങാടി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. വിഖ്യാത സൂഫി സംഗീത ട്രൂപ്പായ ചാറിയാർ ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ സിംഫണി ഓഫ് ഹാർമണി സംഗീത പരിപാടി അവതരിപ്പിച്ചു. ഒരുമയുടെ സംഗീതമായി പാടിയും പറഞ്ഞും അവതരിപ്പിച്ച സൂഫി ഖവാലി നഗരത്തിലെ ആസ്വാദകർക്ക് നവ്യാനുഭവമായി. ദേശീയ മാനവിക വേദിയും കോഴിക്കോട് കോർപ്പറേഷനും ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ സംയുക്തമായി സംഘടിപ്പിച്ച ചാറിയാർ ഗ്രൂപ്പിന്റെ സൂഫി സംഗീത പരിപാടി ആസ്വാദകർക്ക് വ്യത്യസ്തമായ അനുഭവമായി മാറി. സംഗീതവും വാദ്യവുമെല്ലാം സമന്വയിപ്പിച്ചാണ് 4 കൂട്ടുകാർ സൂഫി സംഗീതം അവതരിപ്പിച്ചത്. ന്യൂഡൽഹി സത്യവതി കോളേജ് അധ്യാപകനായ ഡോക്ടർ മദൻ ഗോപാൽ സിംഗ്, ഗിറ്റാറും ബാൻജോയും വായിക്കുന്ന ദീപക് കാസ്റ്റലിനോ, പ്രീതം ഘോഷൽ, അംജദ് ഖാൻ എന്നിവരാണ് ചാറിയാർ സംഗീതം അവതരിപ്പിച്ചത്. ബെന്ന ചേന്ദമംഗല്ലൂർ അവതാരകനായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ശിവരാത്രി ഉത്സവം ഫെബ്രുവരി 19 മുതൽ 26 വരെ വിവിധ പരിപാടികളോടെ നടത്തുമെന്ന് ക്ഷേത്രയോഗം പ്രസിഡന്റ് പി വി ചന്ദ്രൻ പറഞ്ഞു. 19-ന് രാത്രി 7 മണിക്ക് പറവൂർ രാകേഷ് തന്ത്രിയുടെയും കെ വി ഷിബു ശാന്തിയുടെയും നേതൃത്വത്തിൽ കൊടിയേറ്റം നടക്കും. ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിലെ ഇക്കൊല്ലത്തെ ശിവരാത്രി മഹോത്സവത്തിന് ഫെബ്രുവരി 19 ബുധനാഴ്ച വൈകിട്ട് 7-നും 7:30 ഇടയിൽ കൊടികയറുന്നതായിരിക്കും. ഫെബ്രുവരി 24 വരെ 8 ദിവസമാണ് ഉത്സവം കൊണ്ടാടുന്നത്. ശ്രീകണ്ഠേശ്വരം ശിവരാത്രി ഉത്സവ ദിവസങ്ങളിൽ വിശേഷാൽ പൂജ, സായി വേദവാഹിനിയുടെ വേദജപം, ക്ഷേത്രയോഗം വനിതാ കമ്മിറ്റിയുടെ ശിവ സഹസ്രനാമ പാരായണം, ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് ഭജന, പ്രാദേശിക കമ്മിറ്റികളുടെ ആഘോഷവരവുകൾ, കലാപരിപാടികൾ തുടങ്ങിയവ നടത്തും. ഫെബ്രുവരി 20-ന് രാത്രി വള്ളുവനാട് ശ്രീകൃഷ്ണ നിലയത്തിന്റെ ഞാറ്റുപാട്ട്, വെസ്റ്റ് ഹിൽ നടക്കാവ് പ്രാദേശിക കമ്മിറ്റികളുടെ ആഘോഷവരവ്, 21-ന് രാത്രി ചിദംബരനാഥൻ നൃത്തനാടകം, നടുവട്ടം പരച്ചനങ്ങാടി പ്രാദേശിക കമ്മിറ്റിയുടെ ആഘോഷവരവ്, 22-ന് രാത്രി കിഷോർ കുമാർ അന്തിക്കാടിന്റെ നേതൃത്വത്തിൽ ഫ്യൂഷൻ മ്യൂസിക്, കോട്ടൂളി നെല്ലിക്കോട് പ്രാദേശിക കമ്മിറ്റിയുടെ ആഘോഷവരവ്, 23-ന് രാത്രി നിർമ്മൽ പാലാഴിയുടെ നേതൃത്വത്തിൽ കോമഡി ഷോ, കാരപ്പറമ്പ് പ്രാദേശിക കമ്മിറ്റിയുടെ ആഘോഷവരവ്, 24-ന് രാത്രി ആശാശരത്ത് അവതരിപ്പിക്കുന്ന നൃത്തപരിപാടി, കസബ പ്രാദേശിക കമ്മിറ്റിയുടെ ആഘോഷവരവ്, 25-ന് വൈകിട്ട് ക്ഷേത്രകുളത്തിൽ തെപ്പ രഥോത്സവം എന്നിവയും നടക്കും. രാത്രി പി കെ സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ഗാനമേളയും അരങ്ങേറും. 26-ന് രാത്രി 8 മണിക്ക് സമാപന സമ്മേളനം നടക്കും. 9-ന് ആറാട്ടിന് പുറപ്പെടും. ഉത്സവത്തിന്റെ ഭാഗമായുള്ള കലവറ നിറയ്ക്കൽ ഫെബ്രുവരി 19-ന് നടക്കും. ഇത്തവണ വെടിക്കെട്ട് ഒഴിവാക്കിയതായും അനുമതി ലഭിച്ചാൽ മാത്രമേ ആനകളെ എഴുന്നള്ളിക്കുള്ളൂ എന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്കു ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.
Bobby Chamanur International Jeweler. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരള സംസ്ഥാന മൊബൈൽ ഫോൺ വ്യാപാരി സമിതി സംഘടിപ്പിക്കുന്ന ടെലി കോൺക്ലേവ് 2025 ഫെബ്രുവരി 24-ന് കോഴിക്കോട് കാലിക്കറ്റ് ടവറിൽ നടക്കും. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു. ഈ പരിപാടി രാവിലെ കാലിക്കറ്റ് ടവറിൽ വെച്ചിട്ടാണ് നടത്തുന്നത്. പരിപാടിയിൽ അവാർഡ് ദാനം, രണ്ടുപേർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട്. മൊബൈൽ ഫോൺ വ്യാപാര വ്യവസായ സാങ്കേതിക മേഖലയെക്കുറിച്ച്, ഈ മാർക്കറ്റിംഗ് സർവീസ് മേഖലകളെ സംബന്ധിച്ച് ഉൾപ്പെടെ ഈ മേഖലയിലെ പ്രതിസന്ധിയെക്കുറിച്ചും സാധ്യതകളെ സംബന്ധിച്ചും വിശദമായ പഠനവും ചർച്ചകളും നടത്തും. മൊബൈൽ ഫോൺ വ്യാപാര മേഖലയിലെ വിദഗ്ധർ ഈ പരിപാടിയിൽ പങ്കെടുക്കും. കേരള സംസ്ഥാന മൊബൈൽ ഫോൺ വ്യാപാര സമിതിയുടെ നേതൃത്വത്തിൽ ടെലി കോൺക്ലേവ് 2025 സംഘടിപ്പിക്കും. ഫെബ്രുവരി 24-ന് രാവിലെ കാലിക്കറ്റ് ടവറിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ അവാർഡ് ദാനവും മൊബൈൽ ഫോൺ വ്യാപാര വ്യവസായ സാങ്കേതിക മേഖലകളെക്കുറിച്ചും ഇ മാർക്കറ്റിംഗ് സർവീസ് മേഖലകളെക്കുറിച്ചും ഈ മേഖലയിലെ പ്രതിസന്ധികളെക്കുറിച്ചും സാധ്യതകളെ സംബന്ധിച്ചും ചർച്ചകൾ നടക്കും. മൊബൈൽ ഫോൺ വ്യാപാര മേഖലയിലെ വിദഗ്ധർ പരിപാടിയിൽ പങ്കെടുക്കും. മന്ത്രി മുഹമ്മദ് റിയാസ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. MK രാഘവൻ MP മുഖ്യാതിഥിയായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ ടെലി കോൺക്ലേവ് ചെയർമാൻ VKC മുഹമ്മദ് കോയ, മൊബൈൽ ഫോൺ വ്യാപാര സമിതി സംസ്ഥാന സെക്രട്ടറി CV ഇക്ബാൽ, ടെലി കോൺക്ലേവ് കൺവീനർ KT ഷഹദാദ് മുഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ചെറിയ പിലാക്കിൽ മാളിയേക്കൽ കുടുംബ സംഗമത്തിന്റെ ഭാഗമായി ലോഗോ പുറത്തിറക്കി. ഒരു വട്ടം കൂടിയെന്ന് എഴുതിയ ബാനർ അഹമ്മദ് ദേവർകോവിൽ MLAക്ക് കുട്ടികൾ കൈമാറി. 410 വർഷം പഴക്കമുള്ള പുരാതന വീടായ ചെറിയ പലാക്കിൽ മാളിയേക്കൽ കുടുംബ സംഗമത്തോടനുബന്ധിച്ച ലോഗോ പ്രകാശന ചടങ്ങ് ശ്രദ്ധേയമായി. തറവാട് മുറ്റത്ത് നടന്ന ചടങ്ങിൽ ചെറിയ കുട്ടികൾ ഒരു വട്ടം കൂടി എന്ന് നാമകരണം ചെയ്ത ബാനർ ഗ്രൗണ്ടിലൂടെ കൊണ്ടുവന്ന് അഹമ്മദ് ദേവർകോവിൽ MLAക്ക് കൈമാറുകയായിരുന്നു. MLA അഹമ്മദ് ദേവർകോവിൽ കൗൺസിലർ SK അബൂബക്കറിന് നൽകി പ്രകാശനം ചെയ്തു. നമ്മുടെ കുട്ടികൾക്കിടയിലുള്ള വാസനകളെ പുറത്തെടുക്കാൻ നൈസർഗികമായ പലതരം വാസനകളുള്ള വ്യത്യസ്ത കഴിവുകളുള്ളവരാണ് നമ്മുടെ കുട്ടികൾ. അത് പരിപോഷിപ്പിക്കാനൊക്കെ അത്തരം സംഗമങ്ങളിലൂടെ നമുക്ക് സാധിക്കും. അതോടൊപ്പം ദീർഘകാലം വിദേശത്ത് പോയി ഇപ്പം അല്പം പ്രായമൊക്കെയായി നാട്ടിൽ തിരിച്ചു വന്ന പല ആളുകൾക്കും കുടുംബത്തിലെ പല പുതിയ കുട്ടികളെയും പരിചയമില്ല. അവരെയൊക്കെ പരിചയപ്പെടാൻ, അവർക്ക് പ്രായം ചെന്ന ഞങ്ങളെ ഉപ്പാപ്പന്മാരെയും മുത്താപ്പന്മാരെയും ഒക്കെ പരിചയപ്പെടാനുള്ള ഒരു സൗകര്യം ഇതിലൂടെ ലഭ്യമാകുമെന്ന കാര്യത്തെ അത് ശ്രദ്ധിച്ചു. സ്വാഭാവികമായും അങ്ങനെയുള്ള ഒരു വലിയ കൂട്ടായ്മ ഈ കുടുംബത്തിന്റെ എല്ലാ വേരുകളെയും തപ്പിപ്പിടിച്ചെടുത്ത് ഒന്നിപ്പിക്കുന്ന ഒരു മഹത്തായ ദൗത്യം ഈ കുടുംബസംഘത്തിലൂടെ നിങ്ങൾ നടത്തും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മാളിയേക്കൽ കുടുംബസമിതി പ്രസിഡന്റ് CPM സയ്യിദ് അഹമ്മദ് അധ്യക്ഷത വഹിച്ചു. കൗൺസിലർ SK അബൂബക്കർ മുഖ്യ പ്രഭാഷണം നടത്തി. K ഉസ്മാൻ കോയ, CPM റസിയ, CPM അബ്ദുൽ ലത്തീഫ്, EV ആഷിഖ്, KV ഷുഹൈബ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി CPM സുധീർ സ്വാഗതവും CPM ഷിറിൻ നന്ദിയും പറഞ്ഞു. ഇതോടനുബന്ധിച്ച് നടന്ന വിവിധ മത്സരങ്ങൾക്ക് CPM ഇജാസ്, CPM സാറ, മാസിദ ജാബീബ്, CPM സാദിഖ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ സോൺ 1ന്റെ നേതൃത്വത്തിൽ മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ വിനീഷ് വിദ്യാധരൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് ഇന്റർനാഷണൽ സോൺ 1ലെ 4 ക്ലബ്ബുകളും സൗത്ത് കക്കോടി റെസിഡൻസ് അസോസിയേഷനും മലബാർ ഹോസ്പിറ്റൽ എരഞ്ഞിപ്പാലം, ഡോക്ടർ ചന്ദ്രകാന്ത് നേത്രാലയ എന്നിവരുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് കാണിയാട്ട് പള്ളി പരിസരത്ത് വെച്ച് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. ലയൺസ് ക്ലബ്ബ് കാലിക്കറ്റ് ഗുഡ്നസ് ആണ് ക്യാമ്പിന് ആതിഥേയത്വം വഹിച്ചത്. പരിപാടി വിനീഷ് വിദ്യാധരൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണിൻ്റെ ഡ്രൈനെസ് എന്നുള്ള അസുഖം ഉണ്ട്, അങ്ങനെ ഒരു അസുഖം ഉണ്ട് എന്നുള്ളതിന് എനിക്ക് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ കണ്ണ് കൂടുതൽ വായിക്കുമ്പോൾ ഭയങ്കര ഡ്രൈ ആവും, കണ്ണ് ചുവക്കും, കണ്ണിന് വേദന. അപ്പോൾ കാഴ്ചയ്ക്ക് പ്രശ്നമൊന്നുമില്ലെങ്കിലും നമുക്കറിയാം കണ്ണില്ലാതെ ഒരു
കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല നമ്മൾ പറയുന്ന പോലെ. സോൺ ചെയർപേഴ്സൺ ബിന്ദു മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. എല്ലാവർക്കും ആരോഗ്യം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ ഒരു ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് സോഷ്യൽ ആക്ടിവിറ്റീസ് ആയാലും മറ്റെന്ത് കാര്യമായാലും നമുക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ആരോഗ്യം കൂടിയേ തീരൂ. ഡോക്ടർ ചന്ദ്രകാന്ത്, സൗത്ത് കക്കോടി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഹാരിസ്, അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ, സൗത്ത് കക്കോടി റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറി അനിൽ ഇല്ലത്ത്, അഡീഷണൽ ക്യാബിനറ്റ് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവരും സംസാരിച്ചു. 500ഓളം പേർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് ദേവഗിരി കോളേജിലെ ബിസിനസ് മാനേജ്മെന്റ് വിഭാഗവും ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷനും സംയുക്തമായി ഫെബ്രുവരി 19-20 തീയതികളിൽ ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവ് സംഘടിപ്പിക്കുന്നു. മികച്ച സംരംഭകരാകാനുള്ള അവസരം ഒരുക്കുകയാണ് ദേവഗിരി എയ്മ ബിസിനസ് കോൺക്ലേവ് ചെയ്യുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. അപ്പോൾ ഭാവിയിലേക്കായിട്ട് കൂടുതൽ നമുക്ക് എന്ത് വിദ്യാർത്ഥികൾക്ക് നൽകാം, പ്രത്യേകിച്ച് മാറുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ചലഞ്ചിങ് ആയിട്ടുള്ള പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് എങ്ങനെ വിദ്യാർത്ഥികൾ ഒരുക്കാം എന്നുള്ള ദീർഘകാലത്തേക്കുള്ള ഒരു പുതിയ ചിന്തയിൽ നിന്നാണ് ഇത്തരമൊരു കോൺക്ലേവിന് തുടക്കം കുറിക്കുന്നത്. ഇത് എല്ലാ വർഷവും തുടർച്ചയോടുകൂടി നടത്താനാണ് കോളേജും ഡിപ്പാർട്ട്മെന്റും ആഗ്രഹിക്കുന്നത്. പ്രത്യേകമായിട്ടും ഇതിനകത്ത് ഞങ്ങൾ 2 ദിവസത്തെ ഈ ഒരു പ്രോഗ്രാമിൽ 3 വെർട്ടിക്കൽസ് ആണുള്ളത്. ഡിജിറ്റൽ യുഗത്തിൽ നേതൃത്വ പാടവം എങ്ങനെ വളർത്തിയെടുക്കാമെന്ന വിഷയത്തിലൂന്നിയാണ് ദേവഗിരി AIMA ഇന്റർനാഷണൽ ബിസിനസ് കോൺക്ലേവ് ഒരുക്കിയിരിക്കുന്നതെന്ന് സംഘാടകർ പറഞ്ഞു. 2 ദിവസങ്ങളിലായി 500-ലധികം വിദ്യാർത്ഥികളും വിദ്യാഭ്യാസ ബിസിനസ് മേഖലകളിലെ ക്ഷണിതാക്കളും ഇന്റർനാഷണൽ സ്പീക്കേഴ്സും കോൺക്ലേവിൽ പങ്കെടുക്കും. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ഫെബ്രുവരി 19-ന് കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. ഇന്റർനാഷണൽ സ്പീക്കേഴ്സ് ഉൾപ്പെടെ 10-ലധികം പ്രബന്ധങ്ങൾ വേദിയിൽ അവതരിപ്പിക്കും. കോഴിക്കോട് NIT ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ 2ാം ദിവസത്തെ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. സമാപന ചടങ്ങിൽ ദേവഗിരി AIMA ബിസിനസ് അവാർഡുകൾ പ്രഖ്യാപിക്കും. ഉത്തരമേഖല IG രജ്പാൽ മീണ IPS, ഗോകുലം ഗോപാലൻ എന്നിവർ അവാർഡ് നൽകുന്നതിനായി എത്തും. വാർത്താ സമ്മേളനത്തിൽ ദേവഗിരി കോളേജ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ബിസിനസ് മാനേജ്മെന്റ് HOD മനു ആന്റണി, എയ്മ കേരള പ്രസിഡന്റ് AK പ്രശാന്ത്, വുമൺസ് വിംഗ് നാഷണൽ ചെയർപേഴ്സൺ അനിത പാലേരി, ദേവഗിരി കോളേജ് PRO പ്രൊഫസർ ചാർലി കട്ടാക്കയം എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മനൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സൗദി KMCC നാഷണൽ കമ്മിറ്റി എഞ്ചിനീയർ ഹാഷിം പുരസ്കാരം പ്രഖ്യാപിച്ചു. ഇത്തവണത്തെ പുരസ്കാരം മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PKK ബാവയ്ക്ക് നൽകും. അവാർഡ് സമർപ്പണവും നാഷണൽ കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ഫെബ്രുവരി 20-ന് നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നമ്മെ സംബന്ധിച്ചിടത്തോളം സൗദി KMCC ആസ്ഥാനം എന്നത് KMCCയുടെ ചരിത്രത്തിൽ നമുക്കറിയാം, ജീവകാരുണ്യ രംഗത്ത് പകരം വെക്കാനില്ലാത്ത ഏറ്റവും വലിയൊരു സംഘശക്തിയാണ് പ്രവാസ ലോകത്ത് KMCC. ആ KMCCയുടെ ഒരു ആദ്യത്തെ ഒരു ആസ്ഥാന മന്ദിരമാണ് കോഴിക്കോട് മറ്റന്നാളും ഉയരാൻ പോകുന്നത്. കോഴിക്കോട് മൃഗാശുപത്രിക്ക് സമീപം നിർമ്മാണം പൂർത്തിയായ KMCC നാഷണൽ കമ്മിറ്റിയുടെ ആസ്ഥാന മന്ദിരം സൗദി KMCC സെന്റർ ഫെബ്രുവരി 20-ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. സൗദി KMCC സുരക്ഷാ പദ്ധതിയിൽ 2024 അംഗങ്ങളായിരിക്കെ മരണപ്പെട്ട 40 പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് ചടങ്ങിൽ 3.5 കോടിയോളം രൂപയുടെ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യും. പരിപാടിയിൽ മുസ്ലിം ലീഗ് സ്ഥാപക നേതാവ് സയ്യിദ് അബ്ദുറഹിമാൻ ബാഫക്കി തങ്ങളുടെ അനുസ്മരണ പരിപാടിയും സൗദി KMCCയുടെ മുൻ ട്രഷററായിരുന്ന ഹാഷിം എഞ്ചിനീയർ സ്മാരക അവാർഡ് ദാനവും ഹദിയ തുഹ്റമ പദ്ധതിയുടെ പ്ലാൻ Bയുടെ പ്രഖ്യാപനവും നടക്കും. KMCC കമ്മിറ്റിക്ക് ആദ്യമായാണ് കേരളത്തിൽ ആസ്ഥാന മന്ദിരം ഉയരുന്നതെന്നും KMCC ഭാരവാഹികൾ പറഞ്ഞു.
വാർത്താ സമ്മേളനത്തിൽ മുഖ്യ രക്ഷാധികാരി KP മുഹമ്മദ് കുട്ടി, പ്രസിഡന്റ് കുഞ്ഞിമോൻ കാക്കിയ, ജനറൽ സെക്രട്ടറി അഷറഫ് വേങ്ങോട്ട് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് കോർപ്പറേഷൻ 47-ാം ഡിവിഷൻ BC റോഡ് പുതുക്കുടി ചാലിയാർ ഡ്രൈനേജ് കം പാലം കോർപ്പറേഷൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺ K കൃഷ്ണകുമാരി ഉദ്ഘാടനം ചെയ്തു. ഡിവിഷൻ കൌൺസിലർ M ഗിരിജ ടീച്ചർ അധ്യക്ഷയായിരുന്നു. ഡിവിഷൻ കൺവീനർ M ശശിധരൻ, T മഹേഷ്, ഫിനോഷ് എന്നിവരും ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബേപ്പൂർ നടുവട്ടം ഗവൺമെന്റ് UP സ്കൂളിന് സമീപം തസ്സര വീവിംഗ് സ്ഥാപകൻ വടക്കിനിയടത്ത് വാസുദേവൻ അന്തരിച്ചു. 75 വയസ്സായിരുന്നു. ശവസംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. ബാലകൃഷ്ണൻ, വിജയകുമാരി, രമണി ദേവി, പരേതയായ ശാന്താദേവി എന്നിവർ സഹോദരങ്ങളാണ്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് നഗരത്തെ യോഗ നഗരമായി പ്രഖ്യാപിക്കണമെന്ന് ഫ്രണ്ട്സ് ഓഫ് യോഗ. വള്ളിക്കുന്ന് ഗവൺമെന്റ് ഫിഷറീസ് LP സ്കൂളിന്റെ 104-ാം വാർഷികവും നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും പ്രൗഢമായ ചടങ്ങിൽ നടന്നു. നഗരത്തിലെ സംഗീതാസ്വാദകർക്ക് നവ്യാനുഭവം പകർന്ന് ചാറിയാർ ഗ്രൂപ്പിന്റെ സൂഫി ഖവാലി. കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്ര ശിവരാത്രി ഉത്സവം ഫെബ്രുവരി 19 മുതൽ 26 വരെ നടക്കും. ബേപ്പൂർ തസര വീവിംഗ് സ്ഥാപകൻ വടക്കിനിയടത്ത് വാസുദേവൻ അന്തരിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.